എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യനായ ജനറൽ സെക്രട്ടറി ആരാണെന്ന ചോദ്യത്തിന് ഇനി ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് MA ബേബിയാണ്. കഴിഞ്ഞ 21-ാം തീയതി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. എന്നിട്ട് ഞാൻ ദാമോദർ പ്രസാദിലേക്ക് വരാം. കേന്ദ്ര ഗവൺമെന്റിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ സംസ്ഥാനങ്ങൾക്ക് കുറേയധികം പരിമിതികളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു എൻഗേജ്മെൻറ്റ് വേണം. ഈ സാഹചര്യത്തെ ക്രിയാത്മകമായിട്ട് ഇടപെട്ട് കൈകാര്യം ചെയ്യണം. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കഴിയും. ശരി, ദാമോദർ പ്രസാദ്, ഇന്ന് MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് LDFിൻ്റെ നയം നടപ്പാക്കലല്ല ഈ സർക്കാരിൻ്റെ പണിയെന്നാണ്. പിന്നെ ഈ സർക്കാരിൻ്റെ എന്താണ് പണിയെന്ന് ചോദിച്ചാൽ ഇതാണ്. CPMൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നു ഞങ്ങൾ ഉടൻ LDFിൽ ചർച്ച ചെയ്യുമെന്ന്. ഇത് പറയുന്നത് ഈ MOU ഒപ്പിട്ട് 5-ാമത്തെ ദിവസമാണ്. അദ്ദേഹം അറിഞ്ഞില്ല എന്നത് പോട്ടെ, ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ അറിഞ്ഞില്ല. ഈ നാട് ഭരിക്കുന്നത് ആരാകും ദാമോദർ പ്രസാദ്? അജിംസ് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട MA ബേബി ഇത് അറിഞ്ഞില്ല എന്നുള്ളത് കുറച്ച് കാലം നമുക്കറിയാം. സംസ്ഥാന ഘടന അദ്ദേഹത്തിന് വിലവയ്ക്കുന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമൊന്നും ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ അത് പാർട്ടി പ്രശ്നം ആണ്. അത് അവർ പരിഹരിക്കണം. അവരെ കേഡർമാർ റാങ്ക് ആൻഡ് ഫയലും അന്വേഷിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ക്യാബിനറ്റ് അതല്ല, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ജനാധിപത്യ ബോഡിയാണ്. ആ കൂട്ടുത്തരവാദിത്തം കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനാപരമാണ് കൂട്ടുത്തരവാദിത്തം. ആ കൂട്ടുത്തരവാദിത്തം ലംഘിച്ചുകൊണ്ട് 16-ാം തീയതി ഇവരെല്ലാം ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇവരെല്ലാം ഇത് മറവാക്കിക്കൊണ്ട്, അതായത് ഇതിൻ്റെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇന്ന് ബിനോയ് വിശ്വത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വളരെ പ്രസക്തമായ കുറേ കാര്യം ഉന്നയിച്ചു. നമ്മൾ അത് വളരെ സീരിയസ് ആയി കാണുന്ന 3 പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, CPI ഇരുട്ടിൻ്റെ മറവിൽ നിർത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ RJDയും. 2, ഇടതുപക്ഷ ക്യാരക്ടർ ഇല്ലാത്ത നിലപാടാണ്. അദ്ദേഹം പറഞ്ഞാണ് ഇതിന് ഇടതുപക്ഷ ക്യാരക്ടറില്ല, ഈ സമീപനം ഇടതുപക്ഷമല്ല എന്ന് കൃത്യം ജനാധിപത്യപരമല്ല ഇടതുപക്ഷമല്ല പറഞ്ഞു. 3-ാമത്തെ കാര്യം പ്രധാനമന്ത്രി ചോദിച്ചു, വൈ വാസ് ദിസ്, എന്താണ് ഇത്രയും തിരക്ക് പിടിച്ചിട്ട് എന്തുകൊണ്ട് ചെയ്തു, ഈ അൺഹേസ്റ്റ് എന്തുകൊണ്ട് ഇത്രയും ഹേസ്റ്റ് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചു. അസ്വാഭാവികമായിട്ടുള്ള തിരക്ക് എന്തുകൊണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അസ്വാഭാവികമായിട്ടുള്ള തിരക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അതാണ് അതിന് ക്രൂഷ്യൽ. എന്തായിരുന്നു അങ്ങനെ എന്ന് ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി അസ്വാഭാവികമായ തിടുക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം ഇതിനകം നിർബന്ധിച്ചു. എന്തായിരുന്നത്? ഈ മാസം 9-ാം തീയതി പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടിരുന്നു. അന്നാണ് തീരുമാനം ഉണ്ടായത്. കാര്യം 16-ാം തീയതി, ഇപ്പം നിങ്ങൾ പറഞ്ഞ 16-ാം തീയതി 5 ദിവസത്തിന് ശേഷം ഒപ്പിട്ടതായിരിക്കാം. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ സംസാരത്തിനിടയിൽ തീരുമാനമായതാണോ? അതാണോ 16-ാം തീയതി? നമുക്കറിയില്ല. കാര്യം ആ ചോദ്യമുണ്ട്. ആ ചോദ്യം നിസ്സാരമായ ചോദ്യമല്ല. ബിനോയ് വിശ്വം ചോദിച്ച ചോദ്യം മുഴങ്ങുന്ന ചോദ്യമാണ്. എന്തായിരുന്നു അസ്വാഭാവികമായ തിടുക്കം? അസ്വാഭാവികമായി തിടുക്കം എന്തായിരുന്നു ചോദിക്കുന്നത്. അതിനകത്തൊരു അസ്വാഭാവികത എന്ന് പറയുന്നൊരു എന്താണ്, ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിനകത്ത് കൂട്ടുത്തരവാദിത്ത മന്ത്രിസഭയെ കാണിച്ച ഒരു നെറികേടിനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ഗുരുതരമായ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് മറുപടി എന്ത് തന്നെ പറഞ്ഞാലും ആ യാഥാർത്ഥ്യം വളരെ രൂക്ഷമായ പ്രശ്നങ്ങളത്തെ കാര്യം ഒരു CPI പോലെ പാർട്ടിക്ക് ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ട് പെട്ടെന്നൊരു നിലപാടെടുക്കാനൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഗാംഭീര്യത്തോടെ ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിനോയ് വിശ്വം